അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് കൊണ്ടൊരു പലഹാരമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടി ഞാൻ ഒരു പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കൊത്തിയരിഞ്ഞ ഇഞ്ചി കഷ്ണം, ഒരു ക്യാരറ്റ് ചെറിയ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ സവോള, ചെറിയ സവോള, മല്ലിച്ചപ്പ്, പച്ചമുളക് കൊണ്ട്, പിന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്, കറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. കറി ചിക്കനും എല്ലാതും അതിൽക്കിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കുക. ആ ബ്രെഡിനായിട്ട് മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനുള്ളതാണ്. അത് ഫുള്ളായിട്ട് വലിയ പീസാക്കിയിട്ട് അങ്ങനെ പൊരിക്കണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ടൊന്ന് നടുക അരച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം. ബിരിയാണി അതിലിട്ടോട്ട് ഇനി പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. നല്ലോണം നടത്തി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുള്ള മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പൊരിച്ച് കോരുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതതിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഇപ്പം ഞാൻ വലിയൊരു ബ്രെഡ് കഷ്ണാക്കാതെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. ഇനി കഷ്ണാക്കിയിട്ടാണെങ്കിൽ ഒരു 4 ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കഷ്ണാക്കാതെ ഇടുകയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഒരു ഭാഗം എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് പൊരിച്ച് കോരിയെടുക്കുക തന്നെ. അപ്പം എല്ലാതും ഞാൻ പൊരിച്ച് കോരിയിട്ടുണ്ട്. അവസാനത്താണിത്. ഇത് കഷ്ണാക്കി ഒരു ബ്രെഡിനെ 2 മാറ്റിയിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലൊരു വാസന വരുന്നത്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുത്ത് പേരക്കുട്ടികളൊക്കെ അവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്ക് മൊത്തത്തിൽ ഇവിടെ മധുരട്ടുള്ളതൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഇങ്ങനത്തെ ഇഷ്ടമാണ്, കൂടുതൽ മധുരട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.